ഹായ് ഹലോ, നമ്മൾ ഷിയ ബട്ടറിൻ്റെ സോപ്പാട്ടോ റെഡിയാക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് വരെ, നമുക്ക് 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. സ്കിന്നിന് അത്രയും നല്ല സാധനങ്ങൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഷിയ ബട്ടറിൻ്റെ ബേസ് എടുത്ത് ഇത് 1/2 kg ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ചെറിയ പീസാക്കി ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ബേസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അധികം നമ്മൾ ഇളക്കണ്ട കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ ഒത്തിരി പത വരും. അതുകൊണ്ട് അധികം ഇളക്കണ്ട, അത് തനിയെ മെൽറ്റ് ആവട്ടെ. നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. നമ്മളിതിലേക്ക് ചേർക്കുന്ന ഓയിൽ, തേങ്ങാപ്പാൽ, വെന്തെടുക്കണ വെളിച്ചെണ്ണയില്ലേ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ, ആ ഓയിലാട്ടോ ഞാൻ ചേർക്കണേ. അതുപോലെ തന്നെ അലോവേര ചേർക്കേണ്ട, ഫ്രഷ് ആയിട്ടുണ്ട് അലോവേരയാണ്. ഇതെല്ലാം നമ്മൾ ഈ സമയത്ത് അങ്ങോട്ട് ഉരുകി കഴിഞ്ഞപ്പോൾ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കറ്റാർ വാഴയുടെ അകത്തെ പൾപ്പ് എടുത്തതാട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബദാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുണ്ട്, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വൈറ്റ് കളറായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ മഞ്ഞൾ ചേർക്കുന്നില്ല, അതിൻ്റെ ആ കളറൊന്നും മാറിപ്പോകും. മഞ്ഞൾ ചേർത്താലും കൊച്ചുകുട്ടികൾക്ക്, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മഞ്ഞൾ ചേർത്താൽ ഒത്തിരി നല്ലതാണ്. സ്കിന്നിൽ രോമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് മാറിക്കിട്ടും. നമുക്ക് സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഹണി നല്ലതാണ് കേട്ടോ. ഹണി ചേർത്താൽ എന്താ കുഴപ്പമെന്നറിയോ, ബാക്കിയെല്ലാം കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഈ വൈറ്റ് കളർ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ഹണി ചേർക്കുന്നില്ല. ആയി വരട്ടെ. പിന്നെ നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ചേർത്തിരിക്കണം. അത് നമുക്ക് ബോട്ടിലിൽ വാങ്ങാൻ കിട്ടും, ചെറിയ ക്യാപ്സൂളായിട്ടും കിട്ടും. അപ്പം ഞാനൊരു 4 എണ്ണം ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് തന്നെ മാറ്റം നമുക്ക് മനസ്സിലാകും കേട്ടോ. ഇങ്ങനെ ഭയങ്കര സ്ലോയിൽ ഇത് തിളച്ചെടുക്കണം. അതുകൊണ്ടാണോ ഇത് ഇത്രയും സമയം കാണിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ആകുന്നു. ഇനി നമുക്കിതിലോട്ട് കുങ്കുമാതി തൈലം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. നല്ല കളർ കിട്ടും. അത് നമുക്ക് കുങ്കുമാതി തൈലമായിട്ട് വാങ്ങാൻ കിട്ടും. അല്പം കോസ്റ്റ്ലിയാണ്, പക്ഷേ ഗുണം അത്രയും നല്ലതുണ്ട്. ഇപ്പം ഞാൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആട്ടോ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമ്മൾ സ്മെല്ല് ചേർക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ട് സ്മെല്ല് ചേർക്കാം കേട്ടോ. എന്നാലും നല്ല സ്മെല്ല് നോക്കി ചേർക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ സ്മെല്ല് ചേർക്കണം. സ്മെല്ല് ലാസ്റ്റ് നമ്മൾ ചേർക്കുള്ളൂ. നമുക്കിനി ലാസ്റ്റായിട്ട് ഫ്രാഗ്രൻസ് ചേർക്കാം. നമുക്കിപ്പോൾ എല്ലാ സ്മെല്ലും കിട്ടും. നേരത്തെയൊക്കെ എല്ലാ സ്മെല്ലും കിട്ടില്ലായിരുന്നു, ഇപ്പോൾ എല്ലാ സ്മെല്ലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലത് നോക്കി വാങ്ങുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പിൻ്റെ ബേസോ അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒഴിക്കാൻ്റെ ട്രേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അഥവാ നമ്മുടെ കയ്യിൽ ട്രേ ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുണ്ട്, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒഴിച്ചാലും നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ തനിയെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിനി ഇത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ സോപ്പ് നമുക്ക് കിട്ടും. നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ 100 ഗ്രാമിൻ്റെ ഒരു 5.5 സോപ്പ് കിട്ടും.
പിന്നെ ഈ സോപ്പൊന്ന് സെറ്റാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2 മണിക്കൂറാകുമ്പോൾ എടുക്കാൻ പറ്റും. പക്ഷേ ഞാനൊരു 3-4 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാറുള്ളൂ സാധാരണ. അപ്പോഴേക്കും അതിൻ്റെ ചൂട് ടെമ്പറേച്ചറൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല പരുവത്തിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ റാപ്പ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾക്കിടെ ഇത് നമ്മുടെ സോപ്പിൻ്റെ പേരൊക്കെയുണ്ട്, സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കവറും വാങ്ങാൻ കിട്ടുന്നുണ്ട്. നമുക്ക് സോപ്പ് ഓരോന്നായിട്ട് പുറത്തെടുക്കാം. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ല ഭംഗിയാണ്. കുളിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ പതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട്. ഇതിനൊക്കെ പ്രത്യേക അളവുകളുണ്ട്, ഓരോന്നിനും ഓരോ അളവുകളാണ്. പൊതിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വലിച്ചിട്ട് പൊതിഞ്ഞെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ചുളിവില്ലാണ്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. ആദ്യം നമുക്ക് റാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ 2-3 പ്രാവശ്യം ആയി കഴിയുമ്പോഴേക്കും അത് കറക്റ്റ് ആയിക്കോളും. നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നിടത്താണ് നമ്മൾ നമ്മുടെ സോപ്പിൻ്റെ നെയിം സ്ലിപ്പ് ഒട്ടിക്കുക. ഇതിനുശേഷം നമുക്ക് കവറിലിട്ടിട്ട് സെയിൽ ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.